ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് ജോലിയിൽ കണ്ടു നട്ടിരിക്കുന്നവന് അവൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ ഏത് അവസരം ഉള്ളത് അത് പറയും. അപ്പൊ അത് പറയാനില്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെയാ കേരളത്തിലെ യുവാക്കളെ അതെ, ഈ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തിന്റെ തകർച്ചയെ കാര്യമായിട്ടാണ് പറയുന്നത്. കേരളത്തിന്റെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ഈ വ്യാവസായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച എന്താണ് എന്നും അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചല്ലോ ജനാധിപത്യ മര്യാദ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിരുന്നാലും മറ്റു കാര്യങ്ങൾ എടുക്കുമ്പോഴും രാജ്യത്ത് തന്നെ 1ാം സ്ഥാനം എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് വന്നത്? രണ്ടാമത്തത് നിങ്ങൾ തന്നെ പറഞ്ഞു എന്തുകൊണ്ട് കേരളത്തിലെ PSCയിലുള്ള PSCയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സർവീസിലായിരുന്നാലും അവിടെ നിയമനം നടക്കുന്നില്ല, കരാർ നിയമനം മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ മാത്രം ഒരു ചെറിയ സംശയം, ഈ 10 കൊല്ലം എല്ലാം നന്നായിരുന്നു. എന്താ തോറ്റത് ജയിച്ചത് അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. തോറ്റതും ജയിച്ചതും ചർച്ച അതായത് അദ്ദേഹം PSCയുടെ വിശ്വാസ്യതയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ PSC നിയമനം കൊടുത്ത CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 2 പേര് പരസ്പരം കത്തിക്കുത്ത് നടത്തിയത് കൊണ്ട് മാത്രമാണ് സ്വന്തം പേരിന്റെ അക്ഷരം പോലും കൃത്യമായി എഴുതാൻ അറിഞ്ഞൂടാത്തവൻ ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടു എന്ന് കേരളത്തിന് മുന്നിൽ തെളിവ് വന്നത്. അപ്പൊ ആ PSCയെ താങ്കൾ മഹത്വവൽക്കരിക്കുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. താങ്കൾ പറഞ്ഞല്ലോ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി നിങ്ങൾ ഈ കേരളത്തെ മാറ്റി. ആന്തൂറിലെ സാജൻ ഒരു രക്തസാക്ഷിയാണ്. ആ സാജനെ കൊന്ന ആൾക്ക് നിങ്ങൾ ഇത്തവണ ഓഫർ ചെയ്തത് MLA സീറ്റാണ്. ആ MLA സീറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ യുവാക്കളോടും കേരളത്തിലെ സംരംഭകരോടും പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അതായത് കേരളത്തിലേക്ക് വന്നാൽ ആന്തൂരിലെ സാജനെ കൊന്നതുപോലെ കെട്ടിത്തൂക്കാൻ കഴിയുന്ന വ്യവസായ മന്ത്രിമാരെ ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇനി താങ്കൾ പറഞ്ഞല്ലോ ഒരു CITU ആൾക്കാരുടെ ഭാഗം ഇവിടെ എറണാകുളത്ത് ചാനലാണ് അത് ആദ്യമായി ബ്രേക്ക് ചെയ്ത് ഇവിടെ എറണാകുളത്ത് ഒരു ഗ്ലാസ് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയ സാധനത്തെ അവിടെ താഴെ ഇറക്കാൻ, അവിടെ മിഷണറിയുടെ ഭാഗമായിട്ട് മാത്രമേ താഴെ ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷെ CITUകാർ പറയാണ് ആ മിഷണറി ഉപയോഗിച്ച് താഴെ ഇറക്കാൻ പാടില്ല, ഞങ്ങൾ ഇറക്കും. അപ്പോ കടയുടമ ചോദിക്കുക, നിങ്ങൾ ഇറക്കിയാൽ ഇതിന് പരിക്ക് പറ്റിയാൽ ആര് ഇതിന്റെ മറുപടി പറയും? ആ മറുപടിക്ക് ഇവിടുത്തെ CITUവിന് മറുപടിയില്ല, ഇവിടുത്തെ വ്യവസായ മറുപടിയില്ല. എങ്ങനെയാ ഈസ് ഓഫ് ഡൂയിങ് ഇത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കണ്ണടച്ച് CITUവിന്റെ പേരെ പറയുന്നത് BMS INTUC. ഒരു കാര്യം